ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റാണ്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ബ്ലോഗർ എന്ന് സ്വയം വിളിക്കുന്ന ഒരാളാണ് അൽത്തോഫ്. അതെ, ഇന്ന് സ്വയം വിളിക്കും, നാളെ നാട്ടുകാർ വിളിക്കും അല്ലേ? എപ്പോഴാ സ്വയം വിളിച്ചു തുടങ്ങിയത്? ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യം കേരളത്തിലെ നമ്പർ 1 ബ്ലോഗർ എന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് അത് ഒരു രസമില്ല, ഇച്ചിരി കൂടെ ആയിക്കോട്ടെ. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ആക്കിയിട്ടുണ്ട്. കാരണം തമിഴ്നാടും കർണാടകയും നമുക്ക് അടുത്ത് കിടക്കുന്നുണ്ട്, സൗത്ത് ഇന്ത്യ ആണ്. അപ്പൊ അവിടെ നമുക്ക് വ്യാപിപ്പിക്കാമല്ലോ. അപ്പൊ ഇനിയിപ്പോ പാൻ ഇന്ത്യൻ ആവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പാൻ ഇന്ത്യൻ ഇട്ടാലോ. അപ്പൊ ഹിന്ദിയിൽ എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഇപ്പൊ എല്ലാം പഠിച്ചു വലിയ പിടിയില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ പാൻ ഇന്ത്യൻ ആവാം, പതുക്കെ ആവാം. കാരണം നമുക്ക് അങ്ങോട്ടൊക്കെ പാൻ ഇന്ത്യൻ ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ പതുക്കെ സൗത്ത് ഇന്ത്യൻ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് പോവാം. ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ എന്താ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. കൊല്ലത്ത് തന്നെയാണ്, നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പൊ അതിനിടയ്ക്ക് യാത്ര ഇടയ്ക്ക് കർണാടക ഞാൻ പറയാം, കർണാടക തമിഴ്നായിരുന്നു, ഊട്ടിയിലായിരുന്നു, അതുപോലെ മൈസൂരായിരുന്നു. അത് റിലേറ്റഡ് ടു ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോയത്? വീട്ടുകാരായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മൾ ഊട്ടി മൈസൂർ എന്ന് പറയും. അല്ല, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കർണാടക തമിഴ്നാടെന്ന് പറയും, അങ്ങനെ പറയും. അത്രേ ഉള്ളൂ. അതെ. ഇപ്പൊ ഈ വ്ളോഗിങ് പരിപാടി തന്നെയാണ് അല്ലെ തുടങ്ങി? അല്ല, ശരിക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ മുമ്പ് 1-2 ഇന്റർവ്യൂവില് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് വേറെ പരിപാടിയിലൊന്നും പോയാൽ ക്ലിക്ക് ആവുമെന്ന് ഉറപ്പില്ല, പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ഒരു പരിപാടി തെരഞ്ഞെടുത്തു. ഭയങ്കര കാര്യമുണ്ട്. അതായത് ഞാൻ അല്ലെ ശരിക്കും അപ്പോ ചെറുപ്പത്തിൽ എയിം എന്തായിരുന്നു? ശരിക്കും ചെറുപ്പത്തിൽ എയിം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അന്നും എല്ലാവരും പോലീസ് ആവണം, അതുപോലെ തന്നെ കളക്ടർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. LKG തൊട്ട് ഞാനത് പഠിക്കാൻ മിടുക്കലൊന്നും അല്ല. അന്നേ ഞാൻ വിചാരിക്കുന്ന നല്ലൊരു മനുഷ്യനാവണം, ടു ബിക്കം എ റിച്ച് മാൻ, ഒരു കാശുകാരനാവണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാശുകാരനായി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടും, നമുക്ക് എന്തും ആവാം, നമുക്ക് മേടിക്കാം. ഞാൻ ഒരു കാശുകാരനായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 10 ഡോക്ടറെ ഉണ്ടാക്കാൻ പറ്റും, പിള്ളേരെ പഠിപ്പിക്കാം, എനിക്ക് കളക്ടറെ ഉണ്ടാക്കാം, എനിക്ക് പോലീസുകാരെ ഉണ്ടാക്കാം, അവരെല്ലാം പഠിപ്പിക്കാൻ എനിക്ക് പറ്റും, അതുപോലെ ഒത്തിരി പേരെ ഇവിടെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം അതായിരുന്നു ആഗ്രഹം. പിന്നെ ഈ കാശുകാരനാണെങ്കിൽ അത്ര സിമ്പിൾ പരിപാടി ഒന്നുമല്ല. ഉടായ്പിൽ നമുക്ക് മരുന്ന് വിറ്റൊക്കെ കാശുകാരാകും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിൽ നമുക്ക് വിശ്വാസിയാണ്, ദൈവവിശ്വാസി. അപ്പൊ അത് നമുക്ക് നിലനിൽക്കത്തില്ല, നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആവണം. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു സിനിമാക്കാരനായി കഴിഞ്ഞാൽ കാശ് കിട്ടും, സിനിമയിൽ അഭിനയിച്ച് നമുക്ക് ഫെയിം കിട്ടും, കാശ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് പേഴ്സൺ ആണ്, അത് ഒത്തിരി കാശും കാര്യങ്ങളും കിട്ടുന്നത്. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെയാണ്. അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയപ്പോൾ ഞാൻ കളിയിലൂടെ ബാക്ക് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലേക്ക് സ്പോർട്സിലേക്ക് പോയാൽ നമുക്ക് നല്ല ഇത് കിട്ടും. പക്ഷെ എനിക്ക് സ്പോർട്സിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കളിക്കാൻ പിള്ളേരോട് കളിക്കാൻ പോകുന്നത് നമുക്ക് അതിന് ഇല്ലാത്ത തന്നെ പറയണമല്ലോ. നമുക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയും ബോൾ ചെയ്യാനൊക്കെ കുറച്ച് അറിയായിരിക്കും, പക്ഷെ ബാറ്റിംഗ് ഒന്നും എനിക്ക് ഭയങ്കര പാടാണ്. ബോൾ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി, ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് പെട്ടെന്ന് കിട്ടുമായിരുന്നു. അത് അവരുടെ കഴിവുകൊണ്ടൊന്നും അല്ല കേട്ടോ, എന്റെ കഴിവുകേട് കൊണ്ടാണ്.